ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അവൽ വടയാണ്. വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. നമ്മൾക്ക് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ വിരുന്നുകാരൊക്കെ വരുമ്പോഴോ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. 1 കപ്പ് അവൽ മതി നമ്മൾക്ക് ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവൽ വടയെന്നോ അവൽ കട്ട്ലേറ്റ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിന് പേരിടാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴും തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം തന്നെ കുറേശ്ശെയായിട്ട് അവലിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അവൽ കുതിർന്ന് കിട്ടും അല്ലേ. നമുക്ക് ആ 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുതിർത്തെടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അവൽ നന്നായിട്ട് കുതിർന്ന ആ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തതാണ്. അത് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒരു 1/4 കപ്പ് കടലമാവ് ഞാൻ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾക്ക് 1 സവോള പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1 തണ്ട് വേപ്പില അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നമ്മൾക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ അവൽ കുതിർത്ത ആ ഒരു നനവ് തന്നെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് അടുപ്പയിലേക്ക് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് അധികം എണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കുറച്ച് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്നും എണ്ണ ഒഴിക്കുന്നില്ല. കുറച്ച് എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതോടൊപ്പം തന്നെ കയ്യിലേക്കും കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് 2 കൈയിലേക്കും ഇച്ചിരി നമ്മളത് പരത്തിയെടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടാതിരിക്കാനും. പിന്നെ ഞാനിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടല്ലോ, അതും കൂടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തില്ല. ഇപ്പോൾ ആ കായപ്പൊടിയും കൂടി എല്ലായിടത്തും ഒന്ന് എത്തുവാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾക്ക് അത് ചെറിയ ഉരുളകളാക്കി നമ്മൾക്ക് ഏത് ഷേപ്പിൽ ഉണ്ടാക്കണോ ആ ഒരു ഷേപ്പിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. വടയുടെ രൂപത്തിലോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മുങ്ങിക്കിടക്കുന്ന വിധത്തിലല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ അത് പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി കനം ഉണ്ടാകരുത്. കുറച്ച് തിന്നായിട്ട് തന്നെ കനം കുറച്ച് തന്നെ നമ്മൾ പരത്തി അതിലേക്ക് ഇടണം. ഏത് ഷേപ്പിലാണെങ്കിലും കുറച്ച് കനം കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ പരത്തി ഇടാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് തിന്നായിട്ട് പരത്തി ഇടുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഞാനിപ്പോൾ എല്ലാം അതിലേക്ക് ഈ ഒരു ഷേപ്പിൽ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് മുരിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിടുന്നതിനെക്കാട്ടി ഭേദം ഇങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ്റെ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും ചെല്ലും. ഇപ്പോൾ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റിക്ക് കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൂത്തത് മറിച്ചങ്ങ് ഇടാം. സൈഡിൽ കിടക്കുന്നത് കുറച്ച് പതുക്കെ മൂക്കത്തുള്ളല്ലോ. നടുഭാഗത്താണല്ലോ നന്നായിട്ട് തീ ചെല്ലുന്നത്. അതുകൊണ്ട് നടുഭാഗത്തുള്ളതൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം തന്നെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ആ വശം കൂടി നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഒത്തിരി ചേരുവകളൊന്നും വേണ്ട അല്ലേ. നമ്മുടെ വീട്ടിലുള്ള ഒരു കപ്പ് അവൽ മാത്രം ഉണ്ടായാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ 2 വശവും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. നമ്മളത് നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് നല്ല കറുമുറാന്നിരിക്കുന്ന വിധത്തിൽ നമുക്കത് ആയി കിട്ടും. അധികം നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ എണ്ണയോളം ഒഴിച്ചിട്ടുള്ളൂ. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനതെല്ലാം നന്നായിട്ട് മൊരിച്ച് എടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒട്ടും ബാക്കി വന്നില്ല. എണ്ണ നന്നായിട്ട് പറ്റി. ആ എണ്ണ ഒത്തിരി പിന്നീട് എണ്ണ ഒഴിക്കേണ്ടി വന്നില്ല. ആ എണ്ണയിൽ കിടന്ന് തന്നെ അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ കൊണ്ടുള്ള വട